ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഭ്രമയുഗം കൂടുതൽ രാജ്യങ്ങളിലേക്ക് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഇറങ്ങാൻ ഏകദേശം 11 ദിവസങ്ങൾ കൂടെ നിൽക്കുമ്പോൾ മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആയി മാറുകയാണ് ഭ്രമയുഗം. അതെ, പണി അറിയാവുന്നവൻ്റെ കയ്യിലേക്ക് സിനിമ കിട്ടുമ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളത് അവർ കാണിച്ചു തരികയാണ്. ലോകമെമ്പാടും ഇന്ന് ജനങ്ങൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഈ ഒരു സിനിമ വരുന്നു, ഭ്രമയുഗം എന്നുള്ളതാണ്. പക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഈ ഒരു സിനിമ മമ്മൂട്ടി തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് സീ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഒള്ളി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മമ്മൂട്ടി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു വിഷ്വൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തന്നെ പുറത്തിറക്കിയിരുന്നു. എക്സ്പീരിയൻസ് ഭ്രമയുഗം ഒള്ളി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാണ്. എന്താണെങ്കിലും കളറാണേലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഇത് കാണാൻ ഒരുപാട് പേർ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ളവർ മലയാള സിനിമയെ ഏറ്റവും അടുത്തറിയുന്നു. അത് പ്രത്യേകിച്ച് മമ്മൂട്ടിയിലൂടെ തന്നെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി OTT പ്ലാറ്റ്ഫോമിലൂടെ മമ്മൂട്ടി സിനിമകൾ വരുമ്പോൾ അവർ ഞെട്ടിപ്പോവുകയാണ്. ഇത്രത്തോളം വലിയ ഒരു നടനെ കാണുമ്പോൾ, വ്യത്യസ്തമായ രീതികളിലുള്ള അഭിനയ ശൈലിയുള്ള ഒരു നടനെ കാണുന്നത് അവർ ഏറെ നാളിന് ശേഷമാണ്. പണ്ടൊക്കെ ഉള്ള ഇംഗ്ലീഷ് സിനിമകളിലെ നടന്മാർക്ക് ശേഷം ഇന്ന് ലോകത്ത് ഇങ്ങനെ ഒരു നടനെ കാണണമെങ്കിൽ അത് വിരളമാണ് എന്നാണ് അവരുടെയും അഭിപ്രായം. എന്താണേലും മോൾഡോവ, പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി, മാൾട്ട, ഓസ്ട്രേലിയ അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ തുടങ്ങുകയാണ് ഈ സിനിമയുടെ റിലീസ് സെൻറ്ററുകൾ. ഇനി കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടാൻ സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു റിലീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ 250ഓളം തിയേറ്ററുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം എത്രയാണ് ഫൈനൽ കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു വർഷം തന്നെ അല്ലെങ്കിൽ ഒരു വർഷത്തിലെ 2 മാസത്തിൽ തന്നെ 3 മമ്മൂട്ടി സിനിമകൾ എത്തിയിരിക്കുകയാണ്. ആദ്യം എത്തിയത് എബ്രഹാം ഓസ്ലറാണ്. വലിയ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്ററായി സിനിമ മാറിയിരിക്കുന്നു. ഇന്ത്യാവിൻ പെരിയ നടികർ എന്ന് തന്നെ ആണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല, അതിന് സംശയങ്ങളും ആവശ്യമില്ല. കാരണം ഈ 3 സിനിമകളിലൂടെ തന്നെ നമുക്കറിയാം എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം സിനിമയെ സമീപിക്കുന്നത്. വേറെ ഒരു നടനും അവകാശപ്പെടാനോ ഒന്ന് ചിന്തിക്കാൻ പോലുമോ കഴിയാത്ത ലെവലിലുള്ളതാണ്. ഈ 3 സിനിമകളല്ല, പുറകോട്ടുള്ള ഒരു 10 സിനിമ എടുത്താൽ ആ 10 സിനിമയും വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടി വരികയും ഒരു സാധാരണ സിനിമയെ ഹൈലൈറ്റ് ചെയ്ത് ഹൈയിലേക്ക് കൊണ്ടുപോയി ഇന്ന് ആ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുന്നു. 50 കോടി ക്ലബ്ബല്ല മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമല്ലാതിരുന്ന ഒരു സിനിമയെ ഇത്രത്തോളം വലിയൊരു ഹിറ്റാക്കണമെങ്കിൽ ഒറ്റ ഘടകം, അത് മമ്മൂട്ടി എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം വ്യത്യസ്തത പുലർത്തുന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്നതും തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇനി തെലുങ്കിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര 2 ഒരു സംശയമായിരുന്നു. യാത്ര 1-ൽ അദ്ദേഹം YSR എത്തുകയും യാത്ര 2-ൽ അദ്ദേഹം ചെല്ലുമോ എന്നുള്ളത്. കാരണം അദ്ദേഹമല്ല അതിനകത്തിലെ നായകൻ എന്ന് നമുക്കറിയാം. കാരണം അത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. YSRൻ്റെ കാലശേഷമുള്ള കഥയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു YSR ആയി മമ്മൂട്ടി അതിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ ടോട്ടൽ ടോൺ തന്നെ മാറിപ്പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാം. ഇന്നലെ ട്രെയിലർ കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമൻസുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. മമ്മൂട്ടിയായിട്ടല്ല അവിടുത്തെ ജനത, തെലുങ്ക് ജനത മമ്മൂട്ടിയെ കാണുന്നത്, അവരുടെ YSR ആയിട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള കമൻസുകളാണ് ആ സിനിമയ്ക്ക് വന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും അദ്ദേഹം ആ സിനിമയിൽ ഉണ്ടാവുകയെങ്കിലും ആ ഒരു സിനിമയെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹം തന്നെയാണ്. എൻ്റെ അറിവിൽ ഏകദേശം 25 തൊട്ട് 35 മിനിറ്റിനിടയിലായിരിക്കും മമ്മൂട്ടിയുടെ വേഷം. അതായത് YSRൻ്റെ അവസാന കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ വിയോഗവും എല്ലാം ചേർന്നതായിരിക്കും. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജനങ്ങളിലേക്ക് എത്തുന്ന പദയാത്രയുടെയും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നത്. ഇനിയും ഭ്രമയുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫെബ്രുവരിയിൽ 2ാമത്തെ റിലീസ്, ഫെബ്രുവരി 8-ാം തീയതിയാണ് യാത്ര 2 റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടാവില്ല. ഉണ്ട്, പക്ഷേ വളരെ ചുരുക്കമായിരിക്കും. മലയാളത്തിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ മലയാളി പ്രേക്ഷകരെ, അത് കാണാൻ ആഗ്രഹിച്ച ആളുകളിലേക്ക് എത്തില്ല ഈ സിനിമ എന്നുള്ളതാണ്. തെലുങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രത്തോളം പേര് കാണും എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ തെലുങ്കിൽ ഇതൊരു വലിയ ഹിറ്റായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. യാത്ര 1 അമ്മാതിരി ഒരു അത്ഭുത പ്രകടനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. അതായത് മഹിവി രാഘവ് ആ ഒരു സിനിമയെ ഒരു ഡോക്യുമെൻ്ററി ആയി കണ്ടപ്പോൾ അതൊരു സൂപ്പർ മെഗാ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആക്കിയത് മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. വീണ്ടും യാത്ര 2-ലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സിനിമയുടെ രാഷ്ട്രീയത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അങ്ങനെ വീണ്ടും YSRനെ കാണാൻ ജനങ്ങൾ വരുമ്പോൾ അവരുടെ കണ്ണും കൈയും എല്ലാം
കയ്യടി കൂടുകയും കണ്ണ് നിറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും അവിടുത്തെ തിയേറ്ററുകളിൽ നിന്നുള്ളതാണ്. എന്താണ് ഭ്രമയുഗത്തിലേക്ക് ഇനി വരുമ്പോൾ വെറും 11 ദിവസങ്ങൾ കൂടെ മാത്രമാണ് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ളത്. വ്യത്യസ്തമാണ് മമ്മൂട്ടിയുടെ ആ ഒരു വേഷം. 5000 വർഷങ്ങൾ എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പഴമ എന്നുള്ളതാണ്. കാലഘട്ടം ഒന്നും പറയുന്നില്ലെങ്കിലും അതിൻ്റെ കഥയിൽ സിനോപ്സിസിൽ പറയുന്നതനുസരിച്ചിട്ട് വളരെ പണ്ട് മന്ത്രവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതായിരുന്നു ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ചിന്തകൾ, ആളുകളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ആളുകൾ മന്ത്രവാദത്തെ തന്നെ അഭയം പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്താണെങ്കിലും വീതിയിലാഴ്ത്താൻ ഭ്രമയുഗം എത്താൻ പോകുന്നു. 11 ദിവസങ്ങൾ കൂടെ മാത്രമാണ് ഉള്ളത്. 5 ഭാഷകളിൽ ചിത്രം എത്തുമ്പോൾ കേരളത്തിൽ 250ഓളം തിയേറ്ററുകൾ ഉണ്ടാകും എന്ന് തന്നെ അറിയുന്നു. ഇതിനോടകം തന്നെ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നു ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ പലർക്കും സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്തിൽ പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ ഇനി വരാനിരിക്കുന്ന സിനിമകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയുടെ ഇനിയും നിൽക്കുന്നത് ടർബോയും അതേപോലെ തന്നെ ബസൂക്കയുമാണ്. ഈ 4-5 സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ 5 വ്യത്യസ്ത രീതിയിലാണ് മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഞെട്ടിക്കുകയാണ് ഇന്ത്യയുടെ, ലോകത്തിൻ്റെ മഹാനടൻ്റെ ഈ ഒരു നടനം എന്ന് തന്നെ പറയാം. അതെ, ഇന്ത്യാവിൻ പെരും നടികർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം. Great Medias.